എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കാലത്ത് കറുകുറ്റി പഞ്ചായത്തിലെ മുന്നൂർപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് രഘു 35 വയസ്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അതിനെ തുടർന്ന് പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഫോറൻസിക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ രഘു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നത് മർദ്ദനമേറ്റിട്ടാണ്. മർദ്ദനത്തിൻ്റെ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കറുകുറ്റിയിലെ കട്ടിംഗ് ജംഗ്ഷനിലുള്ള സതീഷ് അയാൾ മേലൂർ കുന്നപ്പള്ളിയിലെ ഒരു വാടക വീട്ടിൽ വാറ്റുചാരായം ഉണ്ടാക്കിയിരുന്നു. ഈ വാറ്റുചാരായം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന രഘുവും സുഹൃത്തുക്കളും ചേർന്ന് മോഷണം നടത്തുകയും ഇതിനെ തുടർന്ന് ഈ സതീഷും സംഘവും ചേർന്ന് ഈ മരണപ്പെട്ടിരിക്കുന്ന രഘുവിൻ്റെ സുഹൃത്തുക്കളെയും കൊണ്ടുപോയി മേലൂർ കുന്നപ്പള്ളിയിലെ വാടക വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ച് അതിനുശേഷം വിട്ടു. തുടർന്നാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സതീഷ് ഉൾപ്പെടെയുള്ള സംഘത്തെ അന്വേഷിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ഈ ലഹരി മാഫിയകൾ പിടിമുറുക്കി കഴിഞ്ഞു. ഇത് നമ്മൾ വെറുതെ പറയുന്ന സംഭവമല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഞ്ചായത്തായിട്ടുള്ള മേലൂർ പഞ്ചായത്തിലെ അടിച്ചിലി, കുന്നപ്പള്ളി, അപ്പുറം കടന്നാൽ മൂന്നൂർപ്പള്ളി, പൂതംകുറ്റി, ഏഴാറ്റുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നു. ഇവിടെയൊക്കെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിൽ മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഈ ഓണക്കാലം ആയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിൽ നിന്ന് വാറ്റുചാരായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഷ് ഉൾപ്പെടെയുള്ള നിരവധി ലിറ്റർ സംഭവങ്ങൾ പിടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മരണപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറയുന്ന സ്ഥലം മേലൂർ കുന്നപ്പള്ളിയിലെ ഒരു വാടക വീടാണ്. നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ പറമ്പുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് പ്രദേശത്തെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ നമ്മുടെ യുവജന കൂട്ടായ്മകളും ഇടയ്ക്കെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള മർദ്ദനങ്ങളും ഇടിമുറികളും നമ്മുടെ പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ജനപ്രതിനിധികളും യുവജന കൂട്ടായ്മകളും ചേർന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ പോലീസിനൊപ്പം നിന്ന് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളെ ഒതുക്കാൻ സാധിക്കൂ. കുറച്ച് നാളുകളായിട്ട് ഈ പൂതംകുറ്റി, ഏഴാറ്റുമുഖം, മൂന്നൂർപ്പള്ളി പ്രദേശങ്ങളിൽ ഇതിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും തലപൊക്കിയിരിക്കുന്നു. ഇത് നമ്മുടെ പ്രദേശങ്ങളെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തും. വിദ്യാർത്ഥികളെ ഇത്തരം ലഹരി സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ അവരുടെ ജീവിതം നശിപ്പിക്കും എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അതിനേക്കാളേറെയാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഈ പയറ്റും. ഇത്തരത്തിലുള്ള എന്ത് വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. വാറ്റുചാരായം മോഷ്ടിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള മർദ്ദനമാണ് ഇപ്പോൾ മരണത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളും സംരക്ഷിക്കാനായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ യുവജന കൂട്ടായ്മകളും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മുടെ കരുത്തും ശക്തിയൊക്കെ തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗുണ്ടാ സംഘത്തിന്റെ മർദ്ദനമേറ്റ യുവാവിനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അങ്കമാലി പാലിശ്ശേരി കൂരത്ത് വീട്ടിൽ പരേതനായ ബാബുവിൻ്റെയും ജലജയുടെയും മകൻ രഘു 35 വയസ്സാണ് മരിച്ചത്. കറുകുറ്റി പഞ്ചായത്തിലെ മുന്നൂർപ്പള്ളിയിലുള്ള സുഹൃത്ത് സുജിത്തിന്റെ വീട്ടിലാണ് രഘുവിനെ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി 11-നാണ് രഘു സുജിത്തിന്റെ വീട്ടിലെത്തിയത്. മർദ്ദനമേറ്റ വിവരം രഘു സുജിത്തിനോട് പറഞ്ഞിരുന്നു. രാവിലെ ഉണരാതിരുന്നതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. കട്ടിംഗ് സ്വദേശി സതീഷും സംഘവുമാണ് രഘുവിനെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സതീഷും സംഘവും അടിച്ചിലി കുന്നപ്പള്ളിയിലെ ഒരു വാടക കെട്ടിടത്തിൽ വാറ്റുചാരായം സൂക്ഷിച്ചിരുന്നു. ഈ ചാരായം രഘുവും കൂട്ടുകാരും കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. രഘുവിൻ്റെ 2 സുഹൃത്തുക്കളെ ഇവർ നേരത്തെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. എന്നാൽ ഇവർ പോലീസിൽ പരാതി നൽകിയില്ല. ബുധനാഴ്ചയാണ് രഘുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. മർദ്ദിച്ച ശേഷം തിരികെ കൊണ്ടുവന്നാക്കി. സതീഷിനെയും മറ്റു 2 പേരെയും പോലീസ് തെരയുന്നുണ്ട്. സതീഷ് ഒലി മൗണ്ടിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെയെത്തി പരിശോധന നടത്തി. ഇയാളുടെ വീട്ടിൽ നിന്നും പഴയ 2 എയർഗൺ പിടിച്ചെടുത്തിട്ടുണ്ട്. സതീഷ് സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുണ്ടാസംഘത്തിൻ്റെ മർദ്ദനമേറ്റതാകാം മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. കൊലപാതകമെന്ന നിലയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രഘുവിൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത ലഭിക്കുകയുള്ളൂ, കൃത്യമായി അറിയാൻ കഴിയൂ. മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അത് എന്നെ ഒരു ദിവസം 11:30 ഈ ജിതേഷും വേറെ ഒരു പയ്യൻ, മുന്നൂറുള്ള പയ്യനും കൂടി വീട്ടിൽ വന്ന് ഇറക്കി കൊണ്ടുവന്നു. ഞാൻ ഷർട്ട് പോലും ഇട്ടുണ്ടായില്ല, കിടക്ക് വയലായിരുന്നു. എന്നെ കൊണ്ടുവന്നിട്ട് ഇവർ കാറിൽ കയറ്റി. കാറിൽ ഇപ്പോൾ ഈ സതീഷൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് നേരെ ഈ കുന്നപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു വീടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശരത്തിനവിടെ കെട്ടിയിട്ട് തല്ലാണ് ഇവർ.
വീട്ടിൽ തല്ലുകൊണ്ട് വന്നിട്ട് കത്തിയൊക്കെ എൻ്റെ കഴുത്തിൽ വെച്ച് പേടിപ്പിച്ചു. സത്യം പറയടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയണ എന്തൊട്ട് സത്യം പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ചാരായം എടുത്തുകൊണ്ട് പോയി നീക്കല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, ഞാൻ ഇതിൽ നിന്ന് 1 ലിറ്റർ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പേര് വന്ന കാരണം എന്നെ ഒരു കൊണ്ടുപോയി. എന്നെ ചെന്ന വഴി തന്നെ 2-3 തല്ല് തല്ലി. അത് കഴിഞ്ഞ് പിന്നെ തല്ലിയില്ല, കാരണം ഞാൻ ഇതിനകത്ത് എടുത്തുകൊണ്ട് പോകാൻ ഞാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്നെ തല്ലിയില്ല.